ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആദു ആൻഡ് തനു. അപ്പോൾ നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഞങ്ങളൊരു മൂവിക്ക് പോകാമെന്ന് വിചാരിച്ചു. കാര്യം ഇനി സെക്കൻഡ് സാറ്റർഡേ സൺഡേ ഒക്കെ അല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരു മൂവിക്ക് ഇറങ്ങിയതാണ്. അങ്ങനെ നമ്മൾ പോവാട്ടോ. നമ്മുടെ വീട്ടിൽ നിന്നൊരു 15 മിനിറ്റ്സ് ട്രാവൽ ചെയ്യാനേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ പുതിയതായിട്ടൊരു മാൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അങ്ങോട്ടേക്ക് പോവാണ്. എല്ലാവരും ഉണ്ട് കേട്ടോ. അച്ഛനും അമ്മയും ഏട്ടനും മക്കളും ഞാനും ഒക്കെ ആയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ മാളിലെത്തി. വല്ല ഷോപ്സും കാര്യങ്ങളൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ജസ്റ്റ് അവരിങ്ങനെ തിയേറ്ററും കുഞ്ഞു മിനി സ്റ്റോഴ്സൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അച്ഛനും മുന്നേ അങ്ങ് പോയി. തനു അമ്മയുടെയൊക്കെ കൈ പിടിച്ച് പോവുകയാണ്. അപ്പം ഈ മാള് പണി കഴിയാത്തത് കൊണ്ട് തന്നെ ഫ്ലോർ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ തനു നന്നായിട്ടൊന്ന് വീണു, കരയൊക്കെ ചെയ്തു. അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ അകത്തേക്ക് കയറി. തനു അവിടെ ഫുൾ ഓടിക്കളിയായിരുന്നു. തന്നെ ഒരു റെസ്റ്റില്ലാത്ത ഓട്ടമായിരുന്നു. ആദ്യമൊന്നും ഒരു റെസ്റ്റും കിട്ടിയില്ല. തന്നെ കൊണ്ട് ഇങ്ങനെ ഓടി നടക്കുമായിരുന്നു. പിന്നെ തന്നെ അവിടെ ഫുൾ കളി. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അകത്തേക്ക് കയറി. നമ്മൾ ഏകദേശം ഒരു 15 മിനിറ്റിന് മുന്നെയാണ് ഞങ്ങൾ മൂവിക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെ നമുക്ക് സമാധാനമായിട്ട് കയറാൻ പറ്റി. ഈ പിള്ളേരെയും കൊണ്ട് പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഏടുപിടിയും ചെന്ന് കയറാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അത് കാരണം ഒന്ന് റിലാക്സ് ആയിട്ട് തന്നെ കയറാമെന്ന് വിചാരിച്ച് ഞങ്ങൾ കുറച്ച് മുന്നേ തന്നെ തിയേറ്ററിലെത്തി. അത്യാവശ്യം ആളും തിരക്കുമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ റിലാക്സ് ആയിട്ട് സീറ്റിലൊക്കെ കയറിയിരുന്നു. ആൾക്കാരൊക്കെ വരുന്നുണ്ട്, വന്നുകൊണ്ടിരിക്കുക. മൂവി സ്റ്റാർട്ട് ചെയ്യുന്നത് വരെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ തനു സിനിമയ്ക്ക് പോകുമ്പം തനു മൂവിക്ക് കയറിയിരിക്കുന്ന സമയം തൊട്ട് ഇറങ്ങുന്നത് വരെ തനു ഉറങ്ങും. പക്ഷെ തനു ഇപ്രാവശ്യം ഉറങ്ങില്ല എന്ന് പറഞ്ഞാൽ തനു മൂവി ഒരു പകുതിയൊക്കെ ആയപ്പോഴത്തേക്ക് തനു ഉറങ്ങി. പിന്നെ ഇറങ്ങാൻ നേരത്താണ് തനു ഉണർന്നത്. തനു പക്ഷേ ഈ അഡ്വർടൈസ്മെൻറ്റ് മറ്റൊക്കെ കണ്ടപ്പോൾ തനു നല്ല എക്സൈറ്റ്മെൻറ്റിലാട്ടോ ഇരുന്നത്. അങ്ങനെ നമ്മൾ മൂവിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. മൂവിയെ കണ്ടു. നമ്മൾ കൽക്കി എന്ന് പറഞ്ഞ മൂവി കാണാനായിട്ട് കേട്ടോ വന്നത്. ഓൾമോസ്റ്റ് എല്ലാവരും കണ്ടു കാണുമായിരിക്കും മൂവി. എനിക്ക് തെലുങ്ക് ആയത് കാരണം കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലായിട്ടില്ല. അത്യാവശ്യം കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങാനായിട്ടിരിക്കുകയാണ്. അപ്പോൾ എക്സ്കലേറ്ററിന് എന്തോ സംതിങ് പ്രോബ്ലം ആയിട്ട് അവർ സ്റ്റാഫ്സ് ശരിയാക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ താഴേക്ക് ഇറങ്ങി. കുഞ്ഞു മിനി സ്റ്റോഴ്സൊക്കെ ഉണ്ടായിരുന്നു. ട്രെൻഡ്സിൻ്റെ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു കേട്ടോ. നമ്മൾ ആദ്യം പോയിരുന്നത് അതൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ലായിരുന്നു. ഇപ്പോൾ ട്രെൻഡ്സിൻ്റെ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തു. കുഞ്ഞു ക്യാൻഡി ഷോപ്പ്, അങ്ങനെയൊക്കെയുള്ള മിനി ഷോപ്സ്, പിന്നെ കുട്ടികളുടെ ഈ കാറ്, ബൈക്ക് അങ്ങനെ റൈഡ് നടത്തുമല്ലോ, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ താനും ഒരു പാവയെ കണ്ടിട്ട് അതിൻ്റെ അടുത്ത് പോയി പിടിക്കാനൊക്കെ ശ്രമിച്ചെങ്കിലും വലിയ കുഴപ്പമൊന്നും ഉണ്ടല്ലോ കേട്ടോ. താനും ഇതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ബഹളം ഉണ്ടാക്കുന്നുണ്ട്. കളിക്കുന്നതിൻ്റെ ബഹളമാണ് കേട്ടോ. അങ്ങനെ വലിയ നിർബന്ധവും പിടിക്കാൻ തന്നെ തിരിച്ച് താഴോട്ട് കൊണ്ടുവരാൻ പറ്റി. അപ്പോൾ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഫാമിലി ഫ്രണ്ട് വീട്ടിൽ പോകണമായിരുന്നു. അപ്പം നമ്മൾ അങ്ങോട്ടാണ് കേട്ടോ പോയത്. അപ്പം തനു എന്ത് ചെയ്തെന്ന് വെച്ചാൽ അതുമുന്നേ അച്ഛൻ്റെയും കൂടെ പുറത്തേക്ക് ജ്യൂസ് തട്ടി ഒഴിച്ചു കൊടുത്തു. അങ്ങനെ പിന്നെ നമ്മൾ വീട്ടിൽ പോയി. അവർ രണ്ടുപേരും ഡ്രസ്സ് മാറിയതിന് ശേഷമാണ് കേട്ടോ പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോയത്. അപ്പോൾ ഞങ്ങൾ ഹോട്ടലിലെത്തി. തനുവിന് ഉള്ളി ഭയങ്കര ഇഷ്ടമാണ്. കുഞ്ഞു പീസാക്കി ഇട്ട് കൊടുത്താൽ തനു കഴിക്കും. തനു ആ ഉള്ളി കഴിക്കുന്ന എക്സ്പ്രഷൻ കണ്ടോ, തനു ഭയങ്കര ഇഷ്ടമാണ് ഉള്ളി. അങ്ങനെ അത് എന്ത് ചെയ്ത് നാരങ്ങ എടുത്ത് തന്നിട്ട് പറഞ്ഞു അമ്മ കൊടുക്കാൻ. അങ്ങനെ ഞാനത് കൊടുത്തപ്പോൾ ഉള്ളവളുടെ എക്സ്പ്രഷനാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡ് വന്നു. സൂപ്പും ഒക്കെ ആയിരുന്നു. അമ്മയ്ക്കും അച്ഛനും വെജ് സൂപ്പ്, നമുക്ക് ചിക്കൻ സൂപ്പും ആയിരുന്നു. അവർ ചിക്കൻ കഴിക്കത്തില്ല കേട്ടോ, അതുകൊണ്ടാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓർഡർ ചെയ്ത ഓരോ ഫുഡായിട്ട് വന്നു. അപ്പോൾ ആദ്യം ഈ സംഭവങ്ങളൊന്നും വേണ്ട. ഈ ചിക്കൻ മഞ്ചൂരിയനോ അപ്പോളോ ഫിഷ് അതൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അതിന് വേണ്ട. അതിനെപ്പോഴും ഹൈദരാബാദ് ബിരിയാണി, ബിരിയാണിയാണ് അതിൻ്റെ ഫേവറേറ്റ്. അപ്പോൾ തനു അവിടെ നിന്ന് ഈ ഉള്ളിയും കഴിക്കുന്നുണ്ട്. അവിടെയുള്ള സ്റ്റാഫ്സുമായിട്ട് കളിയും ചിരിയൊക്കെ ആയിരുന്നു. അവരിങ്ങനെ സ്ട്രോയും മറ്റുമൊക്കെ കൊണ്ട് കൊടുത്ത് അവൾ ഹാപ്പി ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ബിരിയാണി അതിൻ്റെ സന്തോഷം കണ്ടോ, അത് ഫുള്ള് നന്നായിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ബിരിയാണിയൊക്കെ കിട്ടി. അച്ഛനും അമ്മയ്ക്കും വെജ് നൂഡിൽസ് ആയിരുന്നു. അപ്പോൾ അവരൊക്കെ അത് ഹാപ്പി ആയിട്ട് കഴിച്ചു. എല്ലാവരും നന്നായിട്ട് നല്ല ഫുഡായിരുന്നു. അത്യാവശ്യം നല്ലൊരു ഫുഡായിരുന്നു. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ഹോട്ടലായിരുന്നു കേട്ടോ. പക്ഷെ നല്ല ഫുഡും കാര്യങ്ങളൊക്കെയാണ്. തനു ഭയങ്കര ഹാപ്പിയാണ്. തനുവിന് അവർ സ്റ്റാഫുമായിട്ട് ഭയങ്കര കളിയായിരുന്നു. മറ്റുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാത്ത രീതിക്കുള്ള തനു ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള കളിയായിരുന്നു. പിന്നെ നമ്മൾ പോകാനായിട്ട് ഇറങ്ങി. അപ്പോൾ ലിഫ്റ്റിലൊന്നും തനു ഒരു നിവർത്തിയില്ലായിരുന്നു. തനു രാത്രി ഇപ്പോൾ ഏകദേശം ഒരു 10 മണി കഴിഞ്ഞ് കാണും. എന്നിട്ട് പോലും തനു ഉറക്കം പോലും വരുന്നില്ല. തനു ഭയങ്കര ഓട്ടവും ചാട്ടവും അതിനൊപ്പം കളിയായിരുന്നു. ഇത് കണ്ടോ എന്ത് തിരക്കാൻ നോക്കിയ റോഡിൽ 10 മണി കഴിഞ്ഞിട്ടും നമ്മുടെ നാട്ടിലൊന്നും ഇത്രയും തിരക്ക്
തിരക്ക് ഞാൻ കണ്ടിട്ടില്ല. ഇനി ഞാൻ കാണാത്തതാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇത്രയും തിരക്കൊന്നും കണ്ടിട്ടില്ല. എന്തായാലും നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിലെ മറ്റേ ആടി സെയിലില്ലേ, അതുപോലെ ഇവിടെ KG സെയിലും തുടങ്ങിയിട്ടുണ്ട്. ആടി സെയിൽ സെയിം അത് തന്നെയാണ് സംഭവം. ഇവിടെ KG സെയിൽ എന്നാണ് പറയുന്നതെന്നേ ഉള്ളൂ. KG സെയിൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തിരക്കുണ്ട് കടകളിലൊക്കെ. ഷോപ്സ് ഒന്നും 10 മണിയായിട്ട് പോലും അടച്ചിട്ടില്ല. നല്ലപോലെ തിരക്കും ഒക്കെ ഉണ്ട്. ബസ് ട്രാൻസ്പോർട്ട് അപ്പോൾ TSRTCൻ്റെ ബസ്സും അല്ലാണ്ട് നമ്മുടെ ഈ കല്ലട ബസ് പോലെയുള്ള ബസ്സുകളും ഒക്കെ ഉണ്ട്. എല്ലാം കൂടെ ഭയങ്കര തിരക്കാട്ടോ ഈ സമയത്തും. അങ്ങനെ നമ്മൾ വീട്ടിലത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഹാപ്പി ആയിട്ട് ഒരു വൈകുന്നേരം. അതിന് സ്കൂളില്ല നാളെ, അപ്പം അതുകൊണ്ട് റിലാക്സ് ആയിട്ട് നമുക്ക് പോവാം. ഈ പോകുന്ന വഴിക്ക് 2 അമ്പലമുണ്ട് കേട്ടോ. ഒന്ന് കറക്റ്റ് ഈ റോഡിൻ്റെ നടുക്കായിട്ടാണ് കേട്ടോ. ഈ റോഡിന് ആ ഒരു സ്ഥലത്ത് സെപ്പറേറ്റ് ചെയ്തേക്കുന്ന ഈ ഒരു അമ്പലമാണ് കേട്ടോ. ഒരു ദേവീക്ഷേത്രമാണ്. അതിൻ്റെ അപ്പുറത്തായിട്ട് നരസിംഹസ്വാമിയുടെയും ഹനുമാൻ്റെയൊക്കെ ആയിട്ടുള്ളൊരു അമ്പലമുണ്ട്. ഒരു വലിയൊരു അമ്പലമാണത്. അപ്പോൾ ഇതൊക്കെയുള്ളൂ കേട്ടോ. അപ്പോൾ താങ്ക് യു. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് അവർ ചാനൽ.